കനത്ത മഴയെ തുടർന്ന് കുമരകം കോട്ടയം റോഡിൽ വിള്ളൽ. റോഡിന് സമീപം മീനച്ചിലാർ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. റോഡിലേക്ക് വെള്ളം കയറിയ അവസ്ഥയിലാണ്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്താണ് വിള്ളൽ രൂപപ്പെട്ടത്. ഇല്ലിക്കൽ ജുമാ മസ്ജിദിന്റെ എതിർവശത്തുള്ള റോഡിനാണ് തകരാർ ഉണ്ടായത്. റോഡിന് സമീപത്ത് നിന്നും മിഥുൻ മുരളി തത്സമയം ചേരുകയാണ്. മിഥുൻ, കോട്ടയത്താകെ ശക്തമായ മഴയും പ്രളയക്കെടുതിയും രൂക്ഷമാണെന്നറിയാം. ഇപ്പോൾ ഈ റോഡിന് വിള്ളൽ ഉണ്ടായിരിക്കുന്നത് എവിടെയാണ്? അതുവഴി വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം? പറയും. ഗൗതം, കോട്ടയം കുമരകം റൂട്ടിലാണ്, ഇല്ലിക്കൽ ജുമാ മസ്ജിദിന് എതിർവശത്തുള്ള ഭാഗത്താണ് റോഡിന് വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. മീനച്ചിലാറിന്റെ തീരത്തുള്ള റോഡാണ്. അപകടാവസ്ഥയിൽ ഉള്ള നിലയിലേക്ക് ഈ റോഡ് മാറുന്നു എന്നുള്ളതാണ്. റോഡ് ഇരുത്തുകയാണ്. ഇന്ന് രാവിലെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. ഈ ഭാഗത്ത് റോഡ് വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി നാട്ടുകാർ ഇപ്പോൾ കല്ലും മറ്റും വേർതിരിച്ചുകൊണ്ട് ഇവിടെ അപകട മേഖലയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്തിന് തൊട്ടപ്പുറത്തേക്ക് മാറി 1 കിലോമീറ്റർ മാത്രം അകലയിൽ വെച്ചാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമായ അപകടമായ താഴ്ത്തങ്ങാടി ബസ് അപകടം 2020 മാർച്ച് 23 സംഭവിച്ചത്. 11 പേരുടെ ജീവനെടുത്ത ഒരു അപകടമായിരുന്നു. മീനച്ചിലാറിന്റെ തീരത്തുള്ള പ്രദേശമായതുകൊണ്ട് അതീവ സുരക്ഷാ മേഖലയായി കരുതി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ട ഒരു പ്രദേശത്തെ റോഡാണ് ഇത്തരത്തിൽ വിള്ളൽ സംഭവിച്ചിരിക്കുന്ന നിലയിലേക്ക് മാറി. എപ്പോഴാണ് ഈ വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്? ഇത് 3 ദിവസമായിട്ട് കാണുന്നുണ്ട് വിള്ളൽ. ഇത്രയും രൂക്ഷമായ രീതിയിലേക്ക് ഇന്ന് ഇത്ര രൂക്ഷമായിട്ട് ഇന്നാണ് വന്നത്. കഴിഞ്ഞ ദിവസം ഒരു 2-3 ദിവസമായിട്ട് വിള്ളൽ കാണുന്നുണ്ട്. പിള്ളേരൊക്കെ ഇതിലെ നടക്കാൻ വേണ്ടി വന്നവരൊക്കെ പേടിച്ച് പെട്ടെന്ന് ചാടി ഈ സൈഡിലോട്ട് മാറി. അന്നേരത്തെ ഇത് പ്രത്യേകിച്ച് ഇതൊരു ടേണിങ് ആയതുകൊണ്ടേ ഇവിടെ അത്ര ഈ കൽക്കെട്ടൊന്നും അത്ര ഒരു ബലമായിട്ടല്ല കെട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ റോഡിന്റെ ഈ ഭാഗം ഇരുന്ന് പോകുന്നതായിട്ടല്ല, താഴ്ന്നു പോകുന്നതായിട്ട്. അതെ, ഇത് ഭാഗം താഴ്ന്നു പോവുകയാണ്. കാരണം അത് പ്രത്യേകിച്ച് ഞാൻ പറയല്ലേ, ഒഴുക്ക് ഇവിടെ ഈ വെള്ളം പൊങ്ങുമ്പോഴത്തേക്കാണ് മെയിനായിട്ട്. അല്ലെ തന്നെ ഇത് ഇങ്ങനെ ഒരു ട്രെയിനിങ് ആയതുകൊണ്ട് ഇവിടെ അത്ര അന്ന് മണ്ണിട്ട് ഉയർത്തി പൊക്കിയതാണ്. പക്ഷേ അത് പോരാ. ഇതിൻ്റെ നമ്മുടെ അറവഴക്കിലൊക്കെ കെട്ടിയ രീതിയിലുള്ള ശരിക്കുള്ള കരിങ്കല്ല് കെട്ടിയെങ്കിലേ ഉള്ളൂ ഇവിടെ അപകടാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് എപ്പോഴുള്ള സംഭവിക്കും. പ്രത്യേകിച്ച് ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അത് നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ രക്ഷപ്പെടാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിലെ പിന്നെയും വണ്ടി സർവീസ് തുടങ്ങി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ബസ് ടൈറ്റ് ലോഡിലാണ് പോകുന്നത്, പിന്നെ അത് വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് പ്രതീക്ഷയിൽ അപ്പുറം പ്രശ്നങ്ങളുണ്ടാവും. ദേശവാസികൾ 3 ദിവസം മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഏതെങ്കിലും അധികൃതർ ഒപ്പം വിളിച്ചിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് ചെയർമാൻ, അദ്ദേഹത്തെ വിളിച്ചപ്പോഴത്തേക്ക് ഓക്കെ.